സിനിമയിലും രാഷ്ട്രീയത്തിലുമൊക്കെ അതിലെ നായകന്മാർ നായക പദവിയിലേക്ക് എത്തുന്നത് പഞ്ച് ഡയലോഗിലൂടെയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ പഞ്ച് ഡയലോഗുകൾ അണികൾ വെട്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ പഞ്ച് ഡയലോഗ് അടിക്കുന്നവർ പലരും പിന്നീട് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന കാര്യവും നാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ചില നേതാക്കൾ നടത്തിയ പ്രസ്താവനകളും പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതുമാണ്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല കേരളം, ED വരുമ്പോൾ നോക്കാമെന്നാണ്. അതായത് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിനു മുമ്പ് വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിച്ച നേതാക്കളും അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഏതായാലും EDയെ സംബന്ധിച്ച് ഇപ്പോൾ തിരക്കുള്ള ദിനങ്ങളാണ്. ദില്ലിയിൽ നിന്നവർ പഞ്ചാബിലേക്കാണ് പോയിരിക്കുന്നത്. ഏതായാലും ഭഗവത് സിംഗ് മാനിൻ്റെ മന്ത്രിസഭയിലെ ചിലരും MLA-മാർ ചിലരുടെ വസതിയിലും റെയ്ഡ് നടന്നതായും ചില സൂചനകളുണ്ട്. അതിനിടയിൽ ഭീകരവാദ ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുന്നു. അതായത് EDക്ക് പിന്നാലെ NIA-യും പഞ്ചാബിലേക്ക് നീങ്ങുന്നു എന്ന് സാരം. അതിനുശേഷം അവർക്ക് അനവധി കേസുകൾ ഇനിയും കിടക്കുന്നു. ബീഹാറിലും ബംഗാളിലും അടക്കം അനവധി കേസുകൾ പിന്നെയും. അതിനിടയിൽ തമിഴ്നാട്ടിൽ അഴിമതിയും മാത്രമല്ല, ഒപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ ശൃംഖലയും പിടിയിലായിരിക്കുന്നു. അങ്ങനെ അനവധി കേസുകൾ. അതിനിടയിലാണ് കേരളത്തിലുള്ള അനവധി കേസുകൾ വേറെയും. അപ്പോഴാണ് കേരളത്തിൽ കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളി തുടരുന്നത്. ഇനി മുൻപ് വെല്ലുവിളിച്ചവരും പിന്നീട് അവർക്ക് സംഭവിച്ച കാര്യങ്ങളും ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കെപ്പോഴും മറവിയുണ്ട്. മറവിയിൽ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഒരിക്കൽ കൂടി ആ വീരമഹാന്മാരുടെ വാക്കുകൾ ഓർത്തിരിക്കാൻ നല്ലതാണ്. നമുക്ക് ആദ്യം തന്നെ പോകാം. ഒന്ന്, P. ജയരാജൻ, കണ്ണൂരിൻ്റെ വിപ്ലവസം. CBIയുടെ കുറ്റപത്രത്തിൽ പേര് വരികയും ചോദ്യം ചെയ്യലിന് വേണ്ടി CBI മുന്നോട്ട് നീങ്ങുകയും ചെയ്തപ്പോൾ P. ജയരാജന് സംഭവിച്ചത് നെഞ്ചുവേദനയായിരുന്നു. പിന്നീട് ഉള്ളത് തോമസ് ഐസക്കാണ്. EDക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും കിട്ടിയ സമൻസ് വാങ്ങി വെച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോകുമായിരിക്കും, ഇല്ലെങ്കിൽ ED കൊണ്ടുപോകുമായിരിക്കും. മറ്റൊരാൾ കുറച്ചു നാൾക്ക് മുമ്പ് ഈ തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED കുറ്റപത്രത്തിൽ പേര് വരികയും ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ EDക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ED തന്നെ മർദ്ദിച്ചു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് വലിയ ആളാകാനും ശ്രമിച്ച അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ CPM കൗൺസിലർ ഇന്ന് ജയിലിലാണ്. അങ്ങനെ പോകുന്നു കേരളത്തിൽ കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചവർ. ഇപ്പോഴും വെല്ലുവിളിച്ചവരൊക്കെ കിടുകിട വിറച്ചു തുടങ്ങി. കാരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യനെ പൊക്കി അകത്തിടാമെങ്കിൽ ഭരണം പോലും ഇല്ലാതെ തേരാപ്പാര നടക്കുന്ന ED നോട്ടീസും കിട്ടി പോക്കറ്റ് മടക്കി വെച്ച് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇതിൽ ചില മിടുക്കന്മാരുണ്ട്. ED നോട്ടീസ് കിട്ടിയപ്പോൾ ആരും അറിയാതെ ED ഓഫീസിൽ പോയി ചോദിച്ചതെല്ലാം ഉത്തരം നൽകിയ ചില മിടുക്കരായ MLA-മാർ. ഇതൊക്കെ കണ്ട് കോൺഗ്രസ് സന്തോഷിക്കുന്നുണ്ടാകും. സന്തോഷിക്കാൻ അവർക്കും വലിയ വകയില്ല. കാരണം അവരുടെ വലിയ നേതാക്കളൊക്കെ ഒരു വശത്തു നിന്നും ഒതുക്കി വരുന്നുണ്ട്. ഏതായാലും അധികം വൈകാതെ തന്നെ കേരളത്തിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുമെന്ന് തന്നെ കരുതാം. അതിനു മുമ്പ് നടക്കുന്ന ഗീർവാണങ്ങളാണ്. അതിനിടയിൽ ഇന്നലെ രാഷ്ട്രപതിക്കെതിരെ ഒരു ഹർജിയും സമർപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇത്തരം വിരോധാഭാസങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കാണിക്കുന്ന ഗിമ്മിക്കുകൾ മാത്രമാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാകും. ഏതായാലും EDയും NIA-യും CBI-യും അടക്കമുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും വളരെ തിരക്ക് പിടിച്ച ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മിക്കയിടത്തും അഴിമതിയുടെ വലിയ ഒരു മല തന്നെയാണ് ഉള്ളത്. അവിടെയാണ് ഈ കേരളത്തിലേക്കുള്ള കേസും കിടക്കുന്നത്. അതുകൊണ്ട് ED തിരക്കിനിടയിൽ തങ്ങളെ മറന്നു പോകരുത്, ഇങ്ങോട്ടേക്ക് വരണമെന്നാണ് ഇവരൊക്കെ പറയാതെ പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്കിതൊക്കെ കേട്ടാൽ തോന്നും. ഏതായാലും വിളിച്ചു വരുത്തുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ മതിയാകൂ എന്ന്. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.